ജീവവൈവിധ്യങ്ങൾ. വിചാരവും വിചാരത്തിൽ നിന്ന് ഉത്ഭവം കൊള്ളുന്ന ലക്ഷ്യവും പ്രാവർത്തികതയും ഊർജവിനിമയത്തിന്റെ അതിസങ്കീർണ ഭാവങ്ങൾ ആയതുകൊണ്ടാണ് അതീവ സങ്കീർണ ഊർജ സംഗമമായ ഉന്നതമായ അറിവുകൾക്ക് സാധ്യമാവുന്ന കാഴ്ചപ്പാടുകൾക്കൊത്ത് സമൂഹം ക്രമീകൃതം ആകേണ്ടിയിരിക്കുന്നത്. പ്രാപഞ്ചികമായ അടിസ്ഥാന നിയമത്തിന്റെ രീതികൾ വ്യക്തമാക്കുന്നതനുസരിച്ച് നിയമനിഷ്ഠമായും ക്രമീകൃതമായും സാധ്യമാക്കുന്ന വ്യവസ്ഥിതികൾക്കൊത്ത് സാമൂഹികമായി ജീവിക്കാൻ മനുഷ്യൻ എന്ന ഊർജ സംഗമാവസ്ഥ വിധിക്കപ്പെട്ടിരിക്കുന്നു. ജീവിതമെന്നത് ജീവനുകൾ പരസ്പരം സാധ്യമാക്കുന്ന ഊർജവിനിമയം ആയതുകൊണ്ട് ഇതര വ്യക്തികളും ജന്തുക്കളുമായി സഹവസിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ കർമാനുസൃതമായി ജീവനുകൾ മരണാനന്തരം ബന്ധുക്കളും കുടുംബവും സമൂഹവും ഒക്കെയായി അടുത്ത ജന്മമെടുത്ത് പ്രവർത്തിച്ച് വരികയും ചെയ്യുന്നു. താഴ്ന്ന നിലവാരമുള്ള ജന്തുക്കൾ എന്നതും ജീവികളിൽ ഉന്നതനായ മനുഷ്യൻ എന്നതും കൊണ്ട് വ്യക്തമാക്കുന്നത് പ്രവൃത്തി മുഖാന്തരം ആ ജീവനുകളിൽ സംഭവിക്കുന്ന പ്രാപഞ്ചികമായ സൂക്ഷ്മ നിക്ഷിപ്താവസ്ഥയുടെ അന്തരം എന്നത് മാത്രമായതുകൊണ്ട് മേൽപ്പറഞ്ഞ പ്രകാരം സംഭവിക്കുന്നതിനെ തരമുണ്ടാവുന്നുള്ളൂ. പ്രവർത്തിക്കുന്നവനായിട്ടോ ഗുണഭോക്താവായിട്ടോ ഏത് വിധത്തിലായാലും ശക്തമായ കർമ്മബന്ധങ്ങളിൽപ്പെട്ടുവരുന്ന ഏതൊരു ജീവനും ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലെ പ്രവർത്തന ബന്ധങ്ങളുടെ പൊരുത്തത്തിനൊത്ത് ജീവിതാനന്തരവും സൂക്ഷ്മാവസ്ഥയിൽ ഒരേ ഗതിയിലുള്ള ഊർജവിശേഷവും സംഗമശേഷിയുമായി നിലകൊള്ളുകയും ചെയ്യുന്നു. പ്രവർത്തനം എന്നത് സ്വന്തം ജീവനിൽ നിന്ന് മാറാത്ത അവകാശം എന്ന ഊർജ നിക്ഷേപം ആയിത്തീരുന്നതിനാൽ മനുഷ്യപ്രവർത്തികളോട് ചേർന്ന് നിൽക്കുന്ന ജന്തുക്കൾ മരണാനന്തരമായിട്ട് ലഭിച്ചേക്കാവുന്ന മനുഷ്യജന്മത്തിൽ മുന്നേ സംഭവിച്ചിട്ടുള്ള സ്നേഹവാത്സല്യങ്ങളുടെയും വിരോധത്തിന്റെയും വെറുപ്പിന്റെയും ഒക്കെ ഫലമായി അടുത്ത ബന്ധുവായും പ്രവൃത്തികളിലെ പങ്കുകാരനായും ശത്രുവായും ആശ്രിതനായുമൊക്കെ വരുന്ന അനുഭവമുണ്ടാവുന്നു. ജീവപരിണാമത്തിലെ ഇത്തരം പ്രതിഭാസങ്ങൾ നിമിത്തമല്ലാതെ അനേക കോടി എന്ന് പറയാവുന്ന വിധത്തിലുള്ള ജീവജാലങ്ങളുടെ സാമൂഹികമായ സംഗമവും വേർപിരിയലും സന്തോഷവും സമാധാനവും പുരോഗതിയും നാശവും ഒന്നും സംഭവിക്കുന്നതേയില്ല. സൂക്ഷ്മതയും കൃത്യതയുമുള്ള ഈ പ്രകൃതി നിയമത്തിന് കീഴ്പ്പെട്ടല്ലാതെ ജീവികൾക്ക് ഒന്നും ചെയ്യാനാവാത്തതുകൊണ്ടാണ് ബന്ധങ്ങളും ബന്ധനങ്ങളുമൊക്കെ സുഖവും ദുഃഖവും സന്തോഷവും ഭാരവുമായി അനുഭവപ്പെട്ട് വരുന്നത്. ജീവപ്രവർത്തനങ്ങളുടേതായ എന്തുമായും നിരന്തര ബന്ധമുള്ള സർവാധികാര നിയന്ത്രണ കേന്ദ്രമായ തലച്ചോർ എന്നത് ജീവന്റെ ജന്മാന്തരങ്ങളിലൂടെയുള്ള സകല പ്രവർത്തനങ്ങളുടെയും വിചാരങ്ങളുടെയും അനുഭവങ്ങളുടെയും അറിവിന്റെയും ആവശ്യങ്ങളുടെയുമെല്ലാം സംഭരിത രൂപമാകുന്നു. അതീവ സങ്കീർണവും അത്യന്ത വിസ്മയകരവുമായ മനുഷ്യന്റെ തലച്ചോറിന് ആകാവുന്ന പൂർണ്ണ പ്രവർത്തനം സാധ്യമായാൽ അത് പ്രപഞ്ചത്തിന്റെ മൊത്തത്തിലുള്ള അറിവിന്റെ സംഭരിതാവസ്ഥ എന്നതായി വരുന്നു. പ്രാപഞ്ചികമായ പൂർണ്ണതയുള്ള അറിവിന്റെ സംഭരിതാവസ്ഥ എന്നത് സാധ്യമായാൽ ആ ജീവൻ ചെയ്യുന്ന പ്രവൃത്തികൾ പ്രപഞ്ചത്തെ അപ്പാടെ ബാധിക്കുന്നതോ പ്രകൃതിയെ അപ്പാടെ നിയന്ത്രിക്കുന്നതോ ആയി വരുന്നു. തലച്ചോറിന്റെ അത്ഭുതകരമായ പ്രവർത്തനക്ഷമത എന്നത് ജീവിയുടെ അപ്പോഴുള്ള അവസ്ഥയും രൂപവും പ്രാപിക്കുന്നതിന് മുമ്പുള്ള അനേകമനേകം ജന്മങ്ങളുടെ സകല പ്രവർത്തനങ്ങളുടെയും സമ്പാദ്യമാകുന്നു. എന്നാൽ കാലാനുസാരിയായി പ്രകൃതിക്കൊത്ത് സംഭവിക്കുന്ന ജീവരൂപത്തിനും ശേഷിക്കും സാഹചര്യത്തിനും അനുസൃതമായി മാത്രമേ പ്രവർത്തനം ആവശ്യമായി വരുന്നുള്ളൂ എന്നതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു ജീവിയുടെ ജീവിതകാലത്ത് തലച്ചോറിന്റെ യഥാർത്ഥ ശേഷിയുടെ ചെറിയൊരു അംശമേ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ എന്നു വരുന്നു.
തലച്ചോറിന് ആകാവുന്ന പൂർണ്ണശേഷി വിനിയോഗിക്കാനാവാത്ത വിധമുള്ള നിർമ്മിതി എന്നതിൻ്റെ അർത്ഥം പ്രത്യേക ജീവി എന്ന നിലവിലെ അവസ്ഥ ആർജിക്കുന്നതിന് മുമ്പ് നിരവധിയായ ജീവരൂപങ്ങളായി പ്രവർത്തിച്ച പരിചയവും രീതികളും അനിവാര്യതയല്ലായിക നിമിത്തം നിദ്രയിലായിരിക്കുന്നു എന്നാണ്. ബാഹ്യരൂപത്തിലുള്ള സങ്കീർണത പോലെ തന്നെ മനുഷ്യന്റെ തലച്ചോറിന് മറ്റ് ഏതൊരു ജീവിയുടെ തലച്ചോറിനേക്കാൾ സങ്കീർണത ഏറിയിരിക്കുന്നതായി കാണാവുന്നതാണ്. മറ്റ് ജീവികളെക്കാൾ മനുഷ്യജീവന് ഊർജവിനിമയ ശേഷി അധികമായി സംഭവിക്കേണ്ടുന്ന പ്രാപഞ്ചികമായ അനിവാര്യത നിമിത്തം തലച്ചോറിന്റെ ഘടന അതീവ സങ്കീർണമായല്ലാതെ സംഭവിക്കാൻ സാധ്യമാകുന്നില്ല. ഏറ്റവും അധികമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എന്ന ഏറ്റവും അധികമായ ഊർജവിനിമയം സാധ്യമാക്കുന്ന ജീവനായി തീരുക എന്നത് പ്രകൃതിയിൽ കാണാനാവുന്ന എല്ലാത്തരം ജീവാനുഭവങ്ങളും കടന്നുപോകുന്ന അവസ്ഥയ്ക്ക് ആവാനേ സാധ്യതയുള്ളൂ. പരിണാമതരമായി മനുഷ്യനോളം എത്തുന്നതിനു മുമ്പുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങളുടെയും അനുഭവങ്ങളുടെയും സൂക്ഷ്മമായ നിക്ഷിപ്താവസ്ഥ എന്ന നിലയിൽ തലച്ചോർ എന്ന മനുഷ്യന്റെ ചിന്തയുടെയും പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര സംവിധാനം അത്യധികം സങ്കീർണമായി തീരുന്നു. മനുഷ്യജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന നാനാവിധ സസ്യ ജന്തുക്കളുടേതായ സൂക്ഷ്മ സംഭരിതാവസ്ഥ ആവശ്യങ്ങൾ ഇല്ലായിക നിമിത്തം പ്രവർത്തനരഹിതങ്ങളായിരിക്കുന്നു എന്ന് മാത്രം. ഇന്നത്തെ അറിവനുസരിച്ച് തലച്ചോറിന് 2 ഭാഗങ്ങളായി പ്രവർത്തിച്ചു നിൽക്കുന്ന സ്വഭാവവിശേഷങ്ങളാണുള്ളത്. ജീവി ഉറങ്ങുമ്പോഴും പ്രവർത്തനനിരതമായിരിക്കുന്ന ഉപബോധ മനസ്സും ഉണർന്നിരിക്കുമ്പോൾ പ്രവർത്തിച്ചു നിൽക്കുന്ന ബോധമനസ്സും ഈ കാലത്തിന്റെ ബോധ്യമാണ്. ഉപബോധ മനസ്സ് എന്നത് അനേക ജന്മങ്ങളിലൂടെ അന്നോളം കടന്നു വന്നിട്ടുള്ള അനുഭവങ്ങളുടെ സകലവിധമായ നിക്ഷേപം എന്നതാകുന്നു. പരമാണുവിൽ പ്രവർത്തനം തുടങ്ങുന്നുവെന്ന് സങ്കല്പിക്കാനാവുന്ന ജീവൻ ഇന്നോളമെത്തിയ വഴിയിലെ മുഴുവൻ അനുഭവങ്ങളുടെയും സൂക്ഷ്മമായ നിക്ഷിപ്താവസ്ഥയിലൂടെയുള്ള ജീവന്റെ തിരനോട്ടമാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഉപബോധമായിരിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടുന്ന തലച്ചോറിന്റെ രൂപം എന്നത് ജീവന്റെ ഭൂതകാലങ്ങളുടെയെല്ലാം നിക്ഷിപ്ത രൂപവുമാകുന്നു. മനുഷ്യ ശരീരത്തിൽ വസിച്ചുകൊണ്ട് കർമ്മം എന്ന നിലയിൽ ഭൂതകാലങ്ങൾക്ക് യാതൊന്നും തന്നെ ചെയ്യാനില്ലാത്തതുകൊണ്ട് പ്രകൃതിയുടെ വൈഭവ സങ്കീർണത നിമിത്തമായി അനേക ജന്മങ്ങളെയെല്ലാം ഒരൽപമായ മാംസരൂപത്തിൽ സങ്കീർണമായി കേന്ദ്രീകരിക്കുന്നതിന് സാധ്യമാവുന്നു. ജീവി ഉണർന്നിരിക്കുന്നതിനൊപ്പം പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം വർത്തമാനകാലം എന്ന ജീവന്റെ പ്രവർത്തന നിയന്ത്രണവും വരും കാലത്തേക്കുള്ള കരുതലും തുടർന്ന് പ്രവർത്തിക്കാനുള്ള യോഗ്യതയുമാവുന്നു. ജീവനും ജീവിയുമെന്നതിന് പ്രവർത്തനവും പ്രത്യക്ഷതയും കൊണ്ട് ഭൂമിയുമായി അല്പകാലത്തിന്റെ ബന്ധം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. പരമാണു എന്ന ഊർജ നിക്ഷിപ്ത ഘട്ടം കടന്ന് ഏകകോശമായി പ്രവർത്തനം തുടങ്ങുന്ന കാലം മുതൽ ജീവൻ ഓരോ അവസ്ഥയിലും ഓരോ രൂപമായി ജീവിയായി പ്രവർത്തിച്ചു വരുന്നു. ജീവൻ ഓരോ കാലത്തും ജീവി എന്ന നിലയിൽ ഓരോ വിധമായ രൂപം പ്രാപിക്കുകയും എല്ലാ രൂപങ്ങളിലുമായി പ്രവർത്തിച്ച് പൂർത്തീകരിച്ചതിനു ശേഷം രൂപം എന്നൊന്ന് ഇല്ലാത്ത കാരണ സൂക്ഷ്മശേഷി ആയിത്തീരുകയും ചെയ്യുന്നു. സകലവിധമായ ഊർജകാരണ നിക്ഷിപ്ത ശേഷി ആയിത്തീരുന്നതുകൊണ്ട് തന്നെ ജീവൻ എന്ന പൂർണ്ണത നാം അറിയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ജീവരൂപത്തിൻ്റേത് മാത്രം ആവുന്നില്ല. ഊർജകാരണ നിക്ഷിപ്ത ശേഷിയിലേക്കുള്ള പ്രയാണ വഴിയിലെ അനേകം സസ്യജന്തു ജാലങ്ങളായുള്ള
അനേക കാലങ്ങളിലെ ജീവപ്രവർത്തനങ്ങളുടെ രൂപവിശേഷങ്ങളെല്ലാം തലച്ചോറിന്റെ അല്പമാത്രമായ ഭൂതകാല പ്രതീകത്തിൽ നിക്ഷിപ്തമായിരിക്കുകയും ചെയ്യുന്നു. ജീവന്റെ ഭൂതകാല രൂപങ്ങൾക്കെല്ലാം തലച്ചോറിന്റെ അല്പമാത്ര ഭാഗത്ത് നിക്ഷിപ്തമാവാൻ കഴിയുന്നു എന്നിരിക്കെ അനിവാര്യമായ പ്രവൃത്തിക്ക് വേണ്ടത് എന്ന നിലയിൽ മാത്രമാണ് താരതമ്യം കൊണ്ട് ഏറെ വലിപ്പമുള്ള ശരീരം എന്ന രൂപം ജീവന് ഒരു ജീവിതകാലത്ത് ലഭ്യമായി വരുന്നത്. ജീവനും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധമാകുന്ന രൂപത്തിന്റെ വലുപ്പത്തെ ഇவ்விധത്തിലാണ് കാണാനാവുന്നത്. ഏതാനും നൂറ്റാണ്ടുകളോ പതിറ്റാണ്ടുകളോ പിൻപോട്ട് ചെന്നാൽ മനുഷ്യാവസ്ഥയുടെ ശരാശരി ആവശ്യങ്ങളും പ്രവർത്തനങ്ങളും എന്നത് ഇന്നത്തേതിനേക്കാൾ വളരെ കുറവായിരുന്നു എന്ന് കാണാം. മനുഷ്യന്റെ തലച്ചോറിന് സാധ്യമാവുന്ന ഊർജവിനിമയം പൂർണ്ണശേഷിയിൽ സാധ്യമായാൽ കുറഞ്ഞ പക്ഷം അത് ജീവാരംഭം മുതൽ ഓരോ അവസ്ഥയിലും ജീവിച്ച് മനുഷ്യൻ വരെ എത്തിയത് മുഴുവൻ കണ്ടെത്തുന്ന അറിവായി തീരുക തന്നെ ചെയ്യും. സ്വന്തം ജീവന്റെ ജന്മാന്തരങ്ങൾ കടന്നുള്ള ജീവഘട്ടങ്ങൾ കണ്ടെത്തുന്ന അനുഭവത്തിൽ നിന്ന് ജീവാരംഭവും ജീവന് കാരണമായ പ്രകൃതിയുടെ നിർമ്മാണ രഹസ്യങ്ങളും അറിയുക എന്നതിലൂടെ ജീവന് പ്രകൃതിക്കും കാലത്തിനും തുല്യമായ അറിവ് സാധ്യമാവുന്നതായി വരുന്നു. കൃത്യമായ ഏത് പ്രവർത്തനവും സാധ്യമാവുന്നത് കൃത്യമായ അറിവിൽ നിന്നാകുന്നതുകൊണ്ട് എല്ലാ രഹസ്യങ്ങളും അറിയുകയും അതിനൊത്ത് പ്രവർത്തിക്കാൻ സാധ്യമാവുകയും ചെയ്യുന്ന ഒരു ജീവന്റെ ശേഷി തത്വത്തിൽ പ്രകൃതിയും പ്രപഞ്ചവും എന്നതിന് തുല്യമായി തീരുന്നു എന്നാണ് കാണിക്കുന്നത്. ജന്മാന്തരങ്ങൾ കടന്നുവരുന്ന അനുഭവങ്ങളിലൂടെ ഉന്നമനം പ്രാപിച്ച ഒരു ജീവന് പ്രകൃതിയുടെ ഗതിവിഗതികളെ കണ്ടറിഞ്ഞ് ഭാവി കാലത്തിന് അനുയോജ്യമായ പ്രവൃത്തിമാർഗം മാനവരാശിക്കായി കൊടുക്കുന്നതിന് സാധ്യവും ആയിത്തീരുന്നു. കാലങ്ങളെ കണ്ടറിഞ്ഞ് മാർഗനിർദ്ദേശം കൊടുക്കാൻ കഴിയുന്ന ജീവൻ മനുഷ്യരാശിക്ക് മൊത്തമായി തന്നെ ആദരണീയനും ആയിത്തീരുന്നു.